റിയലി ഫാന്റാസ്റ്റിക് മൂവിഡാ, ത്രില്ലിംഗ് ആൾസോ. എനിക്കത് ഒന്നുകൂടെ കാണണം. എനിക്കും കാണണം. ഇന്ന് പോയാലോ? ഏയ് ദിസ് ഓൾസോ ഫാന്റാസ്റ്റിക് ഡാ. എങ്ങനെയുണ്ട്? കീപ് ക്വയറ്റ്. അതെന്റെ ഒരു സ്വന്തക്കാരിയാണ്. എടാളിയാ വെറുതെ നമ്പർ ഇറക്കണ്ട കേട്ടോ. ഞങ്ങൾ അറിയാതിനൊക്കെ സ്വന്തക്കാരി. എന്നിട്ട് നിന്നെ കണ്ട ഭാവില്ല. അത് ശരിക്കും എന്നെ കണ്ടിട്ടാവില്ല, അതാ. ഡൂപ്പ് ഇപ്പഴാ ഓർത്തത്. അവൾ എന്റെ ഒരു സ്വന്തക്കാരിയാ. ഞാൻ ചെന്ന് ലോയും പറഞ്ഞിട്ട് വരാം. ബാബു കം ബാക്ക്. നളിനി 1 minute പ്ലീസ്, ഒന്ന് പറഞ്ഞോട്ടെ. ഗോപൻ വഴി അങ്ങോട്ട് മാറി നിൽക്ക്, വെറുതെ കുഴപ്പമുണ്ടാക്കാതെ. നളിനി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പ്ലീസ്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ്. നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരുടെ അടുത്ത് നീ എന്റെ സ്വന്തക്കാരിയാന്ന് പറഞ്ഞത്. വാ ബൈക്കിൽ കയറ്, കുറച്ചപ്പുറത്തോണ്ട് വിട്ടേക്കാം, പിന്നെ നിന്റെ പാട്ട് പോയിക്കോ. ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇത്രയും നേരം നേർവഴിക്കായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറും. ഗോപനാ പറയണേ, മൈൻഡ് ഇറ്റ്. ആന്റി, എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ആരെ? ഇവിടുത്തെ ആ സർപ്പസന്തതിയെ. നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? വാ അകത്തേക്ക് കയറിയിരിക്കെ. വാ. എന്താ ഉണ്ടായത് പറയേ. നടു റോഡില് അത്രയും ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചിട്ട് അവളെന്നെ ഇൻസൾട്ട് ചെയ്തു. അതിനാ കല്യാണം? ആന്റി, ഗോപന്റെ വാശി ആന്റിക്ക് അറിയാഞ്ഞിട്ടാ. എനിക്ക് അവളെ വേണം. എന്നിട്ട് വേണം ഇഞ്ചിഞ്ചായിട്ട് എനിക്കിന്നുണ്ടായ അവമാനത്തിനെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ. അതിനിത് ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ. നീ കിടന്ന് അട്ടഹസിക്കണ്ട. അതുപോട്ടെ, അവസാനം ഈ ഞാൻ കരിവേപ്പിലായി പോവോന്നാ. നെവർ. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു വഴിക്കൊരു സന്തോഷം വരുമ്പോ ഇപ്പുറത്ത് ഇങ്ങനെയൊരു എന്റെ അടുത്ത് ചീറ്റിട്ടാ പോയത്. വീട്ടിലാണെങ്കിൽ ഇളമയുണ്ടാവും അവന് സപ്പോർട്ടിന്. നളിനി, ഗോപൻ അവന്റെ ഒരു ആഗ്രഹം പറയായിരുന്നു. അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന്. അവനാണെങ്കിൽ സ്വത്തുമുണ്ട്, പഠിപ്പുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. നിനക്കും ഇപ്പൊ ജോലിയായി. ഇനി സംബന്ധക്കാരും ചിന്തിച്ച എന്താ കുഴപ്പം? ഒരുത്തി ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയാ ചിലക്കണുണ്ട്. നീ നിന്റെ പാട്ടങ്ങ് പോയാ? എന്റെ കല്യാണം ഇന്നോ ഇന്നലെ നിശ്ചയിച്ചൊന്നും അല്ലല്ലോ ഇളയമേ. നിങ്ങൾക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്തറിയാന്നാ? ആര് നിശ്ചയിച്ചെന്നോ നിന്റെ കല്യാണം? എനിക്ക് വേണ്ടപ്പെട്ടവര്. ആ വേണ്ടപ്പെട്ടവരല്ലോ നിന്നെ ഇപ്പൊ തീറ്റിപ്പോറ്റുന്നത്. എടി, വായാലാരോ എന്തോ എപ്പോഴോ പറഞ്ഞു വെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത്? അല്ലാണ്ടൊരു കല്യാണം എനിക്ക് വേണ്ട. എന്നെ എന്റെ പാട്ടിന് ജീവിക്കാൻ വിട്ടാ മതി. എന്താ എനിക്കൊരു കുഴപ്പം? അതൊന്നും അറിഞ്ഞാ കൊള്ളാമായിരുന്നു. നീ എന്തിനാ വേവലാതിപ്പെടുന്നേ? ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിനക്ക് ഇത് നടത്തി തരും. പോരെ? നിനക്ക് ജോലിയായിട്ട് വേണ്ടല്ലോ ഇവിടെ ആർക്കും കഞ്ഞി കുടിക്കാൻ. ജാതകദോഷം പറഞ്ഞ് ഇത്രയും കാലം തള്ളി. അതിന് പരിഹാരം ഉണ്ടായ സ്ഥിതിക്ക് ആ പെണ്ണെ ഇനി അവിടെ നിലയിക്കാൻ വിടാണ്ട് ഇങ്ങോട്ട് കൂട്ടിട്ട് വരിക. കഴിയുന്നത്ര വേഗം അതങ്ങോട്ട് നടത്തണം. അച്ഛാ, കണ്ടില്ലേ മുഖത്തെ കള്ള ലക്ഷണം? ജോലി കീഴിന്നെല്ലാം വെറുതെ പറയണതാ. അച്ഛനിത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ഒന്നുമില്ല, ഒരു പരിചയപ്പെടല്ലേ, അത്രേ ഉള്ളൂ. ഉണ്ണികൃഷ്ണനാരല്ലേ? ഞാൻ ഗോപാലകൃഷ്ണൻ, വെറും ഗോപാലകൃഷ്ണൻ. പാലില്ലാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അറിയാം, ഗോപൻ. ആ, അത് ചുരുക്കി തന്നെ പറയാം. ഉണ്ണികൃഷ്ണനാരെ, ഈ ആമുറ ഈമുറ എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞൻ ഏർപ്പാടാ. ഓണവും എടുത്ത് നടക്കുന്ന പിള്ളേരെ പിടിച്ച് അച്ഛനമ്മമാർ അങ്ങനെ പലതും പറഞ്ഞു തിരിക്കും. അത് നിന്റെ ഉണ്ണിയാ, ഇത് നിന്റെ നളിനിയാ എന്നൊക്കെ. എന്നും വെച്ച് മതിയുടെ വാചകം. നിന്നെ കണ്ട ചുരുക്കാതെ കുറെ പറയാൻ നിൽക്കായിരുന്നു ഞാൻ. അതിനു മുമ്പ് നീ കയറി ഹെഡ് ചെയ്ത് കളഞ്ഞു. എടോ നീ എന്നൊക്കെ വിളിക്കുന്നവനെ വന്ന രൂപത്തിൽ തിരിച്ചയച്ച പരിചയമില്ല ഈ ഗോപന്. പരിചയമില്ലാത്തൊക്കെ അനുഭവിപ്പിച്ച് വിടാൻ തന്നെയാടാ ഞാനും നിൽക്കണേ.
രണ്ടടി ഇങ്ങോട്ട് കിട്ടിയാ 10 അടി അങ്ങോട്ടടിക്കും. അതാ ഗോപൻ. മൈൻഡ് ഇറ്റ്. എന്താടാ മൈൻഡ് ഇറ്റാ നിന്റെ നോക്കിക്കോടാ, ഗോപൻ ഒരാണാണെങ്കിൽ എണ്ണിക്കൊണ്ട് 30 ദിവസത്തിനകം നിന്റെ ആ മുറപ്പെണ്ണില്ലേ സംഗീതാധ്യാപിക, അവളെ കൊണ്ട് ഞാൻ എന്റെ വടക്കേ തളം തൂപ്പിക്കും. രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു അച്ഛൻ. എന്തിനാ ആവോ എനിക്കറിഞ്ഞൂടാ. ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങോട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പൊ എന്താ പുതുതായിട്ട് മുളച്ചുണ്ടായ ഒരു പറ്റും പാശോ? വിളിക്കുന്നിടത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻമുളാന് നിൽക്കല്ല ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക്. അപ്പ ഇത് നല്ല കൂത്ത്. ഞാൻ എന്തോ ആയമ്മയുടെ ഓശാനം തിന്നാൻ പോയതുപോലെ. മുറുമുറുപ്പ് കേൾക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത്? കേറേണ്ടടുത്ത് കേറണേലും ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങണേലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം. ദാ ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കണു. ഉണ്ണിയുടെ കല്യാണം തന്നെയാ വിഷയം. ഞാൻ എന്താ അതിന് ദേഹണ്ണത്തിന് വരണോ? ദേഹണ്ണത്തിന് വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കൽപ്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല. എന്നാ സ്ഥാനം അതല്ല എന്ന ചുറ്റുപുറത്തുള്ളവരുടെ ധാരണ എന്റെയും ധാരണ. പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തേടുമ്പോഴേ എന്റെ സ്ഥാനത്തെ കുറിച്ച് ഇപ്പറയണ ഭൂതോദയൊക്കെ ഉണ്ടായുള്ളൂ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും തെണ്ടിത്തിരിയണത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഞാൻ പത്തിയും മടക്കി കിടന്നത് ഇതുകൊണ്ട് തന്നെയാ. എന്നെ കുടുംബത്തിൽ കേട്ടാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം ഭാര്യ ഒരു ദിവസം എന്റെ പടിയും കയറിയിട്ടെന്ന് അറിയില്ല എനിക്ക്. പശു തൊടിക്ക് പുറത്താണെങ്കിലും കയറിപ്പോഴും എന്റെ കൈ തന്നെയാ. ആ പച്ചോളൂ, മുറുക്ക പിടിച്ചോളൂ. എന്റെ ഈ ഒരു ദിവസത്തെ യോഗത്തില് ബ്രഹ്മാവ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓയാലി കൂടെ കയറി പടിഞ്ഞാറ്റങ്ങും ഭരിക്കണ അലവലാദികളുടെ വായി കിടക്കണ വാങ്ങിക്കൂട്ടണമെന്ന്. വീടാണ്ടിരിക്കാൻ പറ്റുമോ? വന്നു വീടി ദാ പോണു. കയറും കണ്ടിച്ച് പശുവിനെ തൊടിമാറ്റി കൊണ്ടുപോവാൻ ഞാൻ എന്റെ നിലയും വിലയും ഇച്ചിരി മറക്കണായിരിക്കും. വേണ്ടില്ല, മറക്കാണ്ട വന്നോളൂ ദേഹണ്ണത്തിന്. മതി കളിച്ചത്, വാ പോവാം. മതി മതി, നാളെ വരുമ്പോ കളർ പെൻസിൽ കൊണ്ടുവരണേ. നളിനി, നിന്റെ അമ്മാവൻ വന്നിരുന്നു കല്യാണക്കാര്യം സംസാരിക്കാൻ. എന്നാ എത്ര കൊല്ലായിട്ടുള്ള വിരോധാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തില് ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി. പിന്നെ ആലോചിച്ചത് ഞാൻ, നിനക്ക് ആകെ കൂടിയിട്ടുള്ള രക്തബന്ധം, നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന്. അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ലാന്ന് ഉറപ്പായി. നടക്കണ വഴിക്ക് തെളിക്കാന്ന് ഞാനും നിശ്ചയിച്ചു. അതിനി ആരൊക്കെ എന്തൊക്കെ പറയോ എന്തോ. രണ്ടാനമ്മയായി പോയില്ലേ. നല്ലത് വിചാരിച്ച് ചെയ്താലും ചീത്തപ്പേരലേ ഉണ്ടാവുള്ളൂ. അതെന്റെ വിധി. നിശ്ചയം ഇവിടെ തന്നെ നടത്താം. എന്തൊക്കെയാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയാമാനോട്. ഇനി വരന്റെ ജാഥ അങ്ങോട്ട് കൊടുക്ക. ലീലാവതിനെ ഇതുവരെയും കണ്ടില്ലല്ലോ. ഇപ്പൊ പിന്നാലെ വരുന്ന പറഞ്ഞതാ. നീ പാല് കുടിക്ക. നിങ്ങൾ ഇരിക്കും, ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം. ജാതക പൊരുത്തമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി തീയതി അങ്ങോട്ട് കുടിക്കാം. മുഹൂർത്തമുള്ള ദിവസങ്ങൾ നോക്കി ഇങ്ങോട്ട് പറയാച്ചാൽ എപ്പോഴത്തേക്കാ വേണ്ടത് തീരുമാനിക്കാം. ശരിക്ക് പറഞ്ഞ എളയമ്മന്നെയാണോ ഇതൊക്കെ ചെയ്യണമെന്ന് പറയണമെന്ന് എനിക്ക് വിശ്വാസം വരണില്ല. ഭൂലോകത്ത് അങ്ങനെ ചില മഹാത്ഭുതങ്ങൾ നടക്കുമായിരിക്കും.
ഏതായാലും 20-നും 30-നും ഇടയിലായാലും നന്നായിരിക്കും. ആ വഴിക്ക് നോക്കണതിന് മുമ്പ് പെണ്ണിന് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും തൊട്ടുകൂടായികയോ അങ്ങനെ എന്തെങ്കിലും അല്ല അതുകൂടെ നോക്കണമല്ലോ. 25-ാം തീയതി 10-നും 10:45-നും ഇടയിൽ സർവ്വവിധത്തിലും ശുഭമായ ഒരു മുഹൂർത്തമുണ്ട്. എന്നാ അന്ന് തന്നെ ആവാം.